നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷോപ്പിംഗിനെന്ന വ്യാജേന 2.5 വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം മുങ്ങിയ വീട്ടമ്മയും കാമുകനും പോലീസിന് മുന്നിൽ കീഴടങ്ങി. ആലക്കാട് വലിയ പള്ളിക്ക് സമീപത്തെ ഓലിയന്റകത്ത് പൊയിൽ റുമൈസ, കാമുകൻ ചപ്പാരപ്പടവിലെ റാഷിദ് എന്നിവരാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-നാണ് കുട്ടിയെ തന്റെ ഉമ്മയെ ഏൽപ്പിച്ച് ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് റുമൈസ വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇരുവരും സ്റ്റേഷനിൽ ഹാജരായത്. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമാണ് ഒളിച്ചോട്ടത്തിന് പിന്നിൽ. ഷോപ്പിങ്ങിന് പോയ റുമൈസയെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാണാതായതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് റുമൈസ ഒരു യുവാവിനൊപ്പം കടന്നുകളഞ്ഞതായുള്ള വിവരം പോലീസിന് ലഭിച്ചത്. റുമൈസയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കോൾ ഡീറ്റെയിൽസ് ശേഖരിക്കുകയായിരുന്നു. അവസാനം വന്ന ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൂടെയുള്ള യുവാവ് റാഷിദാണെന്ന് വ്യക്തമായത്. റാഷിദിന് ഫോൺ നമ്പറിൽ വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. ഇതിനിടയിൽ ബംഗളൂരുവിൽ വെച്ച് റാഷിദിന്റെ ഫോൺ ഓണായപ്പോൾ സൈബർ സെൽ ലൊക്കേഷൻ പരിയാരം പോലീസിനെ കൈമാറി. ഇവിടേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ ഒന്നുകൂടി വിളിച്ചു നോക്കിയപ്പോൾ റാഷിദ് ഫോൺ എടുത്തു. തുടർന്ന് പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇരുവരും കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പോലീസ് ചോദ്യം ചെയ്യലിലാണ് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടതാണെന്നുള്ള വിവരം പുറത്തു വന്നത്. റാഷിദിനൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്നാണ് റുമൈസ പോലീസിനോട് പറഞ്ഞത്. റാഷിദും റുമൈസയും ബംഗളൂരുവിലും എറണാകുളത്തും കറങ്ങി നടന്ന ശേഷമാണ് പോലീസ് അന്വേഷിക്കുന്നതായിരുന്നു സ്റ്റേഷനിൽ കീഴടങ്ങിയത്. റുമൈസയുടെ ഭർത്താവ് വിദേശത്താണ്. ഭാര്യയെ കാണാനില്ലെന്ന വിവരമറിഞ്ഞ് ഭർത്താവ് നാട്ടിലെത്തിയിരുന്നു. തന്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ തനിക്കും വേണ്ട എന്നും ഡിവോഴ്സിന് തയ്യാറാണെന്നും ഭർത്താവ് പറയുകയുണ്ടായി. പരിയാരം SHO KV ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇരുവരും വിവാഹം കഴിച്ച് ജീവിക്കാനായിരുന്നു ഉദ്ദേശമെന്ന് പോലീസ് പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് റുമൈസയുടെ പേരിൽ കേസെടുത്തത്. നാടുവിടാൻ പ്രേരിപ്പിച്ചതിനാണ് റാഷിദിനെതിരെ കേസ്. അറസ്റ്റ് ചെയ്ത പ്രതികളെ പയ്യന്നൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ ഇരുവരും പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.